മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും കുടുംബത്തെയും അധിക്ഷേപിച്ച സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കത്തിനെതിരെ കൂടുതൽ ശക്തമായ നടപടി വേണമെന്ന മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം. സാദിഖ് അലി തങ്ങളെ അധിക്ഷേപിച്ചതിന് ഉമർ ഫൈസി മുക്കത്തിനെതിരെ നേതൃത്വം സ്വീകരിച്ച ശാസന നടപടി അപര്യാപ്തമാണ്. CPIM-ന്റെ സ്വാധീനത്തെ തുടർന്നാണ് ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾ മുസ്ലിം ലീഗിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് എന്നും ഷാഫി ചാലിയം പറഞ്ഞു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പൈതൃകത്തിന്റെ പേരിൽ സമസ്തയെ വെല്ലുവിളിക്കുകയാണെന്ന ആരോപണം ഉന്നയിച്ച സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കത്തിനെ സംസ്ഥാന നേതൃത്വം ശാസിച്ചിരുന്നു. എന്നാൽ ശാസനയിൽ ഒതുങ്ങാതെ കൂടുതൽ ശക്തമായ നടപടി വേണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം പറഞ്ഞു. ഒരു പണ്ഡിതന് ചേർന്ന ഭാഷയല്ലിത്. വരട്ടണ്ട. അപ്പോൾ ഈ പാണക്കാട് തങ്ങന്മാർ സമസ്തയെ വരട്ടുന്നു എന്ന വ്യാജ ആരോപണമാണ്, കള്ള ആരോപണമാണ് ഈ മുക്കം ഉമർ ഫൈസി ചെയ്തത്. വലിയ സാത്വികരായ വലിയ വന്ധ്യരായ പണ്ഡിതരിയ്ക്കുന്ന ഒരു സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടുണ്ടോ? ഇത്രയും ആളുകൾ വെച്ച് ഈ മുഷാവറ കൂടി ഈ എടുക്കണ തീരുമാനം ഈ സമുദായം എങ്ങനെ അംഗീകരിക്കും? ഇത്തരക്കാരെ അവിടെ വെക്കാൻ പാടുണ്ടോ? ശാസനയിൽ പോരാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശാസിക്കേണ്ടി വന്നത് കുറ്റം ചെയ്ത് എന്ന ബോധ്യത്തിലല്ലേ. പാണക്കാട് കുടുംബത്തെ വിമർശിച്ച ഉമർ ഫൈസി മുക്കത്തിന് സമസ്തയുടെ മുഷാവറ അംഗമാകാൻ അർഹതയില്ലെന്നും ഷാഫി ചാലിയം. കള്ളം പറയുന്ന ഒരു മനുഷ്യൻ എങ്ങനെ മുഷാവറയിലിരിക്കും? ഈ വന്ധ്യരായ നേതാക്കൾക്ക് ഒരു മുഷാവറ അംഗത്തെ ശാസിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിത സഭയിൽ കേട്ടുകേൾവില്ലാത്തത്. അവിടെ ഇരിക്കാൻ അർഹതയില്ല അദ്ദേഹത്തിന്. CPIM-ന്റെ സ്വാധീനത്തെ തുടർന്നാണ് ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾ ലീഗിനെ വിമർശിക്കുന്നതെന്നും ആരോപണം. തീർച്ചയായിട്ടും CPM സ്വാധീനം തന്നെയാണ്. എല്ലാ തരത്തിലും സംശയമുള്ളത് അങ്ങോട്ട് തന്നെയാണത്. ഉമർ ഫൈസി അവരുടെ ഒരു ഏജന്റിനെ പോലെയാണോ? തീർച്ചയായും അയാൾ ഉദാഹരണം ഗവൺമെന്റ് കമ്മിറ്റിയിൽ ഒരു കമ്മിറ്റിയില്ല 2 കമ്മിറ്റിയിലും എന്താണ് ഇയാളെ എടുത്തത്, അത് മനസ്സിലാക്കണം. വേറെ പല ആളുകളും പല കേസിലും വിട്ടു. മുസ്ലിം ലീഗ് നേതാക്കളെ അധിക്ഷേപിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും താൻ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മാത്രമാണെന്നും ഒരു മതസംഘടനയുടെയും ഭാഗമല്ലെന്നും ഷാഫി ചാലിയം പറഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.